ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് സുന്നത്ത് നോമ്പ് മുഹറത്തിൻ്റെ നോമ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു നോമ്പിൻ്റെ മുഹറം 9ഉം 10ഉം നോമ്പുണ്ടല്ലോ, സുന്നത്ത് നോമ്പ്, അന്നത്തെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് 9ാമത്തെ ആ ഒരു ഫസ്റ്റത്തെ നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ വീഡിയോ വരുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോസ് ഓരോന്ന് ഇതിൻ്റെ മുന്നുള്ളതൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ ഇവിടേക്ക് എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ്, നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സുന്നത്ത് നോമ്പിൻ്റെ നോമ്പ് തുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് പരിപാടി അറിയണത്, ഞാൻ ചിക്കൻ കറിയിലേക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറും ചിക്കൻ കറിയും അതുപോലെ പയർ ഉപ്പേരിയൊക്കെയാണ് കേട്ടോ. കടിമലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ എണ്ണക്കടിയായിട്ട് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണക്കടി ഇല്ലാതെ ഇവിടെ പരിപാടി നടക്കൂല കേട്ടോ. കാരണം ആകെ നോമ്പിനാണ് നമ്മൾ ഉണ്ടാക്കുക. റമദാനിൽ നമ്മളെ നോമ്പിനും ഇതുപോലെ വല്ലപ്പോഴും വരുന്ന സുന്നത്ത് നോമ്പിനൊക്കെയാണ് എണ്ണക്കടി ഉണ്ടാക്കുക. അതല്ലാതെ എണ്ണക്കടി ഉണ്ടാക്കൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു പഴംപൊരിയോ അല്ലെങ്കിൽ ഒരു പക്കവട ഉള്ളിവടയൊക്കെ എപ്പോഴെങ്കിലും ഒരു തോന്നൽ അങ്ങനെ ചുട്ടാലായിട്ടോ. നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കൽ എന്തായാലും നോമ്പിന് തന്നെയാണ്. അപ്പം അന്ന് വാങ്ങിയ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അതന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കടിമലേക്ക് നിന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലത്തെ നാസ്തക്ക് എപ്പോഴും പത്തിരി, നൂൽപുട്ട്, ദോശ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനിന്ന് തേങ്ങാച്ചോറ് തന്നെ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ സുഖം. എന്തായാലും നമ്മൾ നോമ്പുറക്കണ ആ ഒരു സമയത്ത് എണ്ണക്കടിയോ ജ്യൂസും കുടിച്ചാൽ പിന്നെ നമ്മൾ സാധാ ചോറ് കഴിക്കണ സമയത്ത് തന്നെയാണ് കഴിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തക്കാളി, ഉള്ളിയും പച്ചമുളകും ചിക്കൻ കറിക്കുള്ളത് ഞാനൊന്ന് കുക്കറിലിട്ടിട്ട്, ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കൽ. അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി ആക്കുന്നുണ്ട്. ക്യാരറ്റ് അങ്ങനെ അധികമൊന്നുമില്ല കേട്ടോ. പയറുപ്പേരിയാണ്. അതിൻ്റെ കൂടെ ഒറ്റൊരു ക്യാരറ്റ് ഞാനൊന്ന് മുറിച്ചിട്ടതാണ് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനും ഒരു ടേസ്റ്റാണ്. ക്യാരറ്റ് മാത്രം വെക്കുന്നതിനെക്കാട്ടിയും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു കാണാനൊരു മൊഞ്ചുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകൊക്കെ പൊട്ടിച്ച് പയറും ക്യാരറ്റും പച്ചമുളക്, ഉള്ളി, കറിവേപ്പില ഒക്കെ ആയി തന്നെ അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഒന്ന് തീ അവിടെ കുറച്ച് വെച്ചൊന്ന് അങ്ങോട്ട് മൂടി വെക്കുക. വേവിച്ചെടുത്താൽ നമ്മൾ ഉപ്പേരീൻ്റെ പരിപാടി അവിടെ അങ്ങനെ നടന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് നമുക്ക് വീഡിയോയിൽ ക്ലിയർ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ട്രൈപ്പോഡ് അവിടെ വെക്കലും കുറച്ചൊരു പ്രയാസമാണ്. നമ്മൾ ആ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു പലകേൻ്റെത് അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാമല്ലോ. ഈ ഒരു അടുപ്പിലാണ് പിന്നെ നമുക്ക് കുറച്ചൊരു വെളിച്ചം കിട്ടുക. അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ തന്നെ വെക്കുന്നത്. അപ്പോൾ ഉപ്പേരീൻ്റെത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തുനിന്ന് ഞാൻ ചിക്കൻ കറി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഴുകിയെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കറിവേപ്പില ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളി, പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അത് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി വെന്തതായതുകൊണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികളായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അങ്ങനെ അതിന് വേണ്ടതൊക്കെ ഇട്ട് കൊടുത്തു. ചിക്കനും ഇട്ട് ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. റെസിപ്പി ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ അത് പറയാണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്തേക്കും റെസിപ്പി ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടേ ആ ഒരു കമൻറ്റ് വരുമ്പം ഇപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും. ചിലപ്പം എല്ലാവരും ഈ രീതിയിലോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ വെക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പയർ ഉപ്പേരി ആയിട്ടുണ്ട്. ആ മിക്സീൻ്റെ അടുത്ത് അട്ടിമേൽ അട്ടിയായിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ മൊത്തത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ പരത്തിയിടുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് അങ്ങനെ
വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി ഇതാ സമൂസേൻ്റെ പരിപാടിയാണ്. അപ്പോൾ സമൂസക്കുള്ള ഉള്ളി ഞാൻ ആ ചോപ്പർ ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമാണ് കേട്ടോ. ചോപ്പറിൽ നമ്മൾ ഒന്ന് വേഗം അതിൽ മുറിച്ചിട്ടൊന്ന് വലിച്ചെടുത്താൽ ഉള്ളിയൊക്കെ നല്ല കുനാന്ന് അങ്ങോട്ട് അരിഞ്ഞ് വന്നോളും. ആദ്യമൊക്കെ ഈ ഒരു ഉള്ളി അരിയൽ ഈ കത്തിയും കൊണ്ട് നമ്മൾ കൈ കൊണ്ട് അരിയൽ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഈ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പണി വലിയ എളുപ്പമായിട്ട് അങ്ങോട്ട് തോന്നും കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ, അത് എല്ലാവരുടെ അടുത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരടുപ്പിൽ ചിക്കന് അതിലേക്കുള്ള ഇറച്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിയും അവിടെ വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയിൽ വാടാൻ വെച്ചിട്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതാ അതുവരെ ഒന്ന് ഉണ്ടായിരുന്ന പാത്രങ്ങളൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. എത്ര കഴുകിയാലും ലാസ്റ്റിലേക്ക് ഉണ്ടാവും. കാരണം നമ്മൾ വീണ്ടും വീണ്ടും ഓരോന്ന് ഉണ്ടാക്കുകയും പാത്രങ്ങൾ വലിച്ചിടുകയും ഇതാക്കുകയും ചെയ്യുകയാണല്ലോ. എന്നാലും ഒരു സിങ്ക് നിറഞ്ഞതുപോലെ ഉണ്ടായിന് കേട്ടോ. അതും ഇതൊക്കെ ആയിട്ട് ആ ടൈം വരെ പരന്നിട്ടുള്ള പാത്രങ്ങൾ വേഗം ഉള്ളി വാടുന്ന ആ ഒരു സമയം കൊണ്ട് ഓടിപ്പോയി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ പാത്രം കഴുകി വന്നപ്പോഴത്തേക്കും അതൊന്ന് നല്ലോണം നമ്മൾ ആവശ്യത്തിനുള്ള ആ ഒരു വാടല് കിട്ടിയിട്ടുണ്ട്. ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു മുക്കാൽ വാടലൊക്കെ ആകുമ്പോൾ മതി കേട്ടോ. എണ്ണക്കടിക്ക് അങ്ങനെ ഒരുപാട് വാടി വയന്ന് പോകുന്നത് വലിയൊരു സുഖമല്ലല്ലോ. ചെറുതായിട്ടൊന്ന് ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, ഈ ഒരു 3 പൊടികൾ മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ചേർത്ത് അതും നല്ലോണം വാട്ടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പച്ചച്ചോയയും കാര്യങ്ങളൊക്കെ മാറിയതിൻ്റെ ശേഷം കേട്ടോ ചിക്കനും ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ചിക്കൻ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഇറച്ചി കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇത്ര അങ്ങനെ ഇറച്ചിയൊന്നും ഇടൂല കേട്ടോ. പേരിനൊന്നും ഇങ്ങോട്ട് പൊടിച്ചിടലാണ്. ഇന്ന് എന്തായാലും കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സമൂസേൻ്റെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് തണുക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് റോൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേഗം തേങ്ങാച്ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. സമയങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു ഞാൻ പണികളൊക്കെ കണ്ട് തുടങ്ങിയപ്പം. ഇന്ന് പിന്നെ നിച്ചുമോളും ഉണ്ട് കേട്ടോ പുരയിൽ. അതുകൊണ്ട് ചെറിയ ചെറിയ പണിയും കാര്യങ്ങളും ഹെൽപ്പൊക്കെ ഓളങ്ങോട്ട് ചെയ്തു തരും. അതുപോലെ ജ്യൂസ് അടിക്കലൊക്കെ ഓളങ്ങോട്ട് ചെയ്തോളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അടുപ്പത്ത് നിന്ന് തന്നെയാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു, പിന്നെ തോന്നി വേണ്ട, അല്ലെങ്കിൽ ചെമ്പിലുണ്ടാക്കാൻ വിചാരിച്ചു, പിന്നെ തോന്നി അതും വേണ്ടാന്ന് അടുപ്പത്തു നിന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ തേങ്ങാച്ചോറ് പലരും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക. കുറേ സ്ഥലത്ത് മഞ്ഞൾപ്പൊടി ഇടുക, അത് ഈ നാട് ഭാഗങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇടാണ്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കമൻറ്റിൽ തന്നെ ഞാനിങ്ങനെ മഞ്ഞ കളറിലാകുമ്പോൾ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ നല്ലോണം ചൂടായി കുറച്ച് തേങ്ങ, അതുപോലെ പെരിഞ്ചീരകം, ചെറിയൊരു കഷ്ണം ഉള്ളി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലം, ഒരു 2 മണി ഉലുവ, അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറാക്കണത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഈ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് തേങ്ങയും ചെറിയുള്ളിയാണ് കേട്ടോ സാധാരണ ഇടൽ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയുള്ളി ഇടലുണ്ട് എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ വലിയുള്ളി ഇടുന്ന പറയുമ്പോൾ എനിക്ക് കമൻറ്റിൽ ഓരോ താത്തമാർ പറയലുണ്ട് കേട്ടോ, ചെറിയുള്ളി ഇട്ടോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. സാധാരണ സംഭവം ഇതിൽ ചെറിയുള്ളി തന്നെയാണ് കേട്ടോ ഇടൽ. പിന്നെ ഞാൻ വേഗം പറഞ്ഞല്ലോ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം എന്താ പറയുക വെല്ലുവിളിയിലാക്കുന്നുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തേങ്ങാച്ചോറ് എളുപ്പത്തിൽ പരിപാടി അങ്ങോട്ട് കഴിയും കേട്ടോ. വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ആ വെറുംചോറ് വെക്കണ ആ ഒരു ഇതിൽ അങ്ങോട്ട് കഴിഞ്ഞോളും. അപ്പോൾ അത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു 1.5 പാട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. റേഷൻ അരി ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ വെള്ളം മതി കേട്ടോ. നല്ല പാകത്തിനുള്ള ആ ഒരു വേവിലും വെള്ളം വറ്റിയതായിട്ട് കിട്ടിക്കോളും. പിന്നെ നമ്മൾ ആ ഒരു കണലിൽ ഒന്ന് ദമ്മിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വെള്ളമൊക്കെ തിളച്ച് വന്നേരം അതിലേക്കുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വേവട്ടെ. പിന്നെ ഇനിയിപ്പം ജ്യൂസ് അടിക്കണത് ഇന്ന് കക്കിരിയാണ് കേട്ടോ. ജ്യൂസ് നിച്ചുമോൾ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളാൻ പറഞ്ഞതാണ്. ഇനി അഥവാ ഒരു ടൈമിൽ കറണ്ട് എങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതും കൊണ്ട് ഇടങ്ങാറോ. പ്രത്യേകിച്ച് ഒരു നോമ്പിനൊക്കെ അങ്ങനത്തെ ഒരു കളിപ്പിക്കലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവളോട് അടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അരി ഇട്ട് അവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് പോയി ഇളക്കി കൊടുക്കുകയും അത് വേവുമ്പോൾ അത് ദമ്മിട്ട് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ എല്ലാം ഒന്ന് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതാ എന്താണ് ഏകദേശം അകത്തത്തെ ഇനിയിപ്പോൾ സമൂസേൻ്റെ റോള് ഒന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് പൊരിച്ചെടുക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ചെടികളൊന്ന് നനച്ചു കൊടുത്തിട്ട് കയറാൻ വിചാരിച്ചു. കുറേ ദിവസമായിട്ടോ ചെടി നനച്ചു കൊടുത്തിട്ട്. എനിക്കിപ്പോൾ
തീരെ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെടികളൊന്നും. ഇവിടെ വന്ന് നമ്മൾ ഷെഡ് വെച്ച് ഇവിടെ കൂടിയാലൊക്കെ ചെടീൻ്റെ പ്രാന്തേനു കേട്ടോ. എനിക്ക് കുറേ ചെടിയൊക്കെ ഞാൻ പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ചട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരന്ന് ചെടിക്ക് വേണ്ടിയിട്ട് ഓരോ പുര എന്താ പറയുക കാണുന്നിടത്തു നിന്നൊക്കെ ഇരന്ന് വാങ്ങിക്കൊണ്ടുവരില്ലേ, അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു ചേതീമേൽ വെച്ചിട്ടുള്ള ചെടികൾ കുറേ പിന്നെ മുന്നേ ഉള്ളതാണ്. ഞാൻ ഒരുപാട് മുന്നേ ഞാൻ എന്താ പറയുക നട്ട ചെടികൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ കളയാണ്ട് അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പം പിന്നെ ഞാൻ പുതിയത് നടണമെന്നും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഉള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചെടിക്ക് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. അതുപോലെ നമ്മളെ താഴേക്കുള്ള വീട്ടിലൊക്കെ പോയി ചാണകപ്പൊടിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഭയങ്കരമായ ശുശ്രൂഷയായിരുന്നു കേട്ടോ. ആ പണ്ട് കൊടുത്ത ആ ഇതും കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഐറ്റുകൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പോൾ വീടൊക്കെ ആവട്ടെ, എന്നിട്ട് ഇനിയിപ്പോൾ ചെടിമേലേക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വന്ന് നിച്ചുമോൾ ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കക്കിരിയാണ്, അപ്പോൾ അത് അടിക്കുന്നുണ്ട്. ഇനി ഇതാ സമൂസ ഷീറ്റ് ഞാനൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വേഗം. പിന്നെ ഇത് ഈ ആദ്യം എനിക്കിത് അറിയില്ല ഇനി കേട്ടോ ഈ സമൂസേൻ്റെത്. പിന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലൊരിക്കൽ നോമ്പറുള്ള സമയത്ത് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പഠിച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പം ഇതന്നെയാണ് ഈ സമൂസേൻ്റെ മസാല ഇറച്ചിയുടെ ഉണ്ടാക്കണ ഞങ്ങൾ മസാല ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ മൈദ പരത്തി ഇതാക്കാനുള്ള ഒരു മടി കൊണ്ട് ഈ ഒരു ഷീറ്റ് അങ്ങോട്ട് വാങ്ങും. അപ്പോൾ എളുപ്പത്തിൽ പരിപാടി അങ്ങോട്ട് കഴിയല്ലോ. ഏകദേശം നമ്മൾ കഴിക്കാനാവുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആ ഒരു സമയം നോക്കിയിട്ട് റോൾ ചെയ്തിട്ട് വേഗം എണ്ണയിൽ ചൂടോടെ അങ്ങോട്ട് ചുട്ടെടുത്താൽ വേഗം എളുപ്പത്തിൽ പണി അങ്ങോട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് എണ്ണക്കടി ഇപ്പോൾ അധികവും ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ നോമ്പിനൊക്കെ. പിന്നെ അതാ നാസിമോൻ്റെ സ്നേഹപ്രകടനമാണ്. എന്തിനുള്ളതാണോ ആവോ അതിൻ്റെ മേലെ കയറി ഓനക്ക്. പിന്നെ ഇപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. ഞാനിവിടെ പണിയെടുക്കുമ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാറി ഞാനിവിടെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ അതിൻ്റെ മേലെ അങ്ങോട്ട് വന്നിക്കും. ഇപ്പോൾ എണ്ണച്ചട്ടിയൊക്കെ ആകുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് മാറ്റലാണ്. എനിക്ക് പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ എണ്ണയൊക്കെ അഥവാ തെറിക്കിയതാവുക ചെയ്താൽ ഇന്നിപ്പോൾ വല്ലാണ്ട് സോപ്പിംഗ് ആണ് കേട്ടോ എടുക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും പേടിയാവുന്നുണ്ടാവും, എനിക്കും അത് തന്നെയാണ് കേട്ടോ. താഴേക്ക് ഇറക്കി വിടും അല്ലെങ്കിൽ ദൂരെ മാറി നിൽക്കുന്നൊക്കെ ഞാൻ അവനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചുട്ടിട്ട് ഒരു സമൂസ തരണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓൻ അവിടുന്ന് താഴെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ വേഗം ഫസ്റ്റത്തെ ട്രിപ്പ് ചുട്ടെടുത്തിട്ടുണ്ട്, രണ്ടാമത്തവും വേഗം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചുടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമൂസ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ചക്ക നമ്മളെ അയൽവക്കത്തു നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഞാൻ ചെറിയൊരു കോപ്പയിലാക്കിയിട്ട് അതും നന്നാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ് ജ്യൂസും. പിന്നെ എനിക്ക് കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റൊരു ഗ്ലാസ് കട്ടൻ ചായെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഇക്കാക്കും വേണം കേട്ടോ. ഇക്കാക്കും എനിക്കും ആ ഒരു ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ് കേട്ടോ. എന്താ പറയുക നോമ്പ് തുറന്ന പാട് ആ തണുപ്പ് അങ്ങോട്ട് കുടിക്കൽ പറ്റൂല. പക്ഷേ ജ്യൂസ് എന്നാലേ നമുക്ക് നിർബന്ധമാണ്, ജ്യൂസും വേണം. പിന്നെ ഇതാട്ടോ എല്ലാം കൊണ്ടുവന്ന് മേശമ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബാങ്ക് കൊടുത്തതാ നോമ്പ് തുറക്കുകയാണ്. നാഫിമോനെ വീഡിയോയിൽ കാണാത്തവന് പള്ളിയിൽ പോയതാണ് കേട്ടോ. ഓന് എത്തിയിട്ടില്ല, പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ ഓന് വന്നിട്ട് കഴിക്കട്ടെ, നമ്മൾ ഇവിടുന്ന് എണീക്കണതിൻ്റെ മുമ്പ് കുടിച്ചിട്ട് എണീക്കണതിൻ്റെ മുന്നേ തന്നെ ഓന് എത്തിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മയത്. കമൻറ്റിൽ പണ്ടത്തെ ഉമ്മമാരൊക്കെ ഞാൻ ഏതോ ഒരു വീഡിയോയിലേ മക്കൾ മദർസ ഇട്ട് വന്നിട്ടില്ല ഞങ്ങൾ ചായ കുടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ പണ്ടത്തെ ഉമ്മമാരൊക്കെ മക്കളെ കാത്തു നിന്ന് കൊടുത്തിട്ടേ കുടിക്കുള്ളൂ. ഇപ്പോൾ നേരെ തലതിരിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയിൽ ഒരു തമാശയിൽ പറഞ്ഞതായിരിക്കും. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം മക്കൾ ഒരു മദർസ് പോയതാണ്, ചിലപ്പോൾ ഒന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് മദ്രസ് വിടുക. അതല്ലെങ്കിൽ രാവിലെയൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞയച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കുക. അന്ന് ഇക്കയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് കൊടുത്തപ്പോൾ ഞാൻ ഇക്കാൻ്റെ കൂടെ അങ്ങനെ അങ്ങോട്ട് കുടിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ നമ്മളെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. വേഗം ഞാൻ ബാക്കിയും കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി നിച്ചുമോളൊന്ന് അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. എപ്പോഴായാലും ആ ഒരു നീറ്റായിട്ട് വീട് കിടന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പറയും നമുക്ക് ഉള്ളത് ഇനിയിപ്പോൾ ഷെഡായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്കുള്ളത് ആ ഒരു വൃത്തിയിലും ഇതിൽ കൊണ്ടുനടന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ മുറ്റം മാത്രമാണ് വലിയൊരു പ്രശ്നക്കാരിയായിട്ടുള്ളത് പുല്ല് കൊണ്ട്. അതിനിപ്പം മഴയും കൂടെ ഒക്കെ ആയാലും ഒന്നും നടക്കൂല കേട്ടോ. ചെത്തി നമ്മൾ മടുത്തതാണ് ഒന്നാമത്തത്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സുല്ലിട്ടതാണ് എന്നുള്ളത്. അപ്പോൾ അതാ പിന്നെ എന്താണ് ഇനിയിപ്പോൾ തേങ്ങാച്ചോറും കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പപ്പടം കൂടെ ഒന്ന് പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം പൊരിച്ചതും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.